നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലീപ് മാട്രസസ്. വിവാദങ്ങളിൽ വഴങ്ങുമോ? വിവാദമായ കന്നുകാലി കശാപ്പ് നിയന്ത്രണത്തിൽ മാറ്റം വരുത്തുമെന്ന സൂചന നൽകി കേന്ദ്ര സർക്കാർ. കശാപ്പിനോ ബീഫ് കഴിക്കുന്നതിനോ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഹർഷവർദ്ധൻ. തെറ്റിദ്ധാരണകളും ആശങ്കകളും പരിഹരിച്ച് ഉത്തരവിൽ വേണ്ട മാറ്റം വരുത്തുമെന്നും മന്ത്രി. കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് മൃഗങ്ങളോടുള്ള ക്രൂരത തടയണമെന്ന സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം. കഴിഞ്ഞ ഒരു മാസക്കാലം ഈ വിജ്ഞാപനം വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലുണ്ടായിരുന്നു. വിവാദങ്ങളുണ്ടായത് വിജ്ഞാപനത്തെ ചിലർ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചതിനാലെന്നും മന്ത്രി. കന്നുകാലി സംരക്ഷണം കേന്ദ്രത്തിന്റെ അധികാരപരിധിയിലോ സംസ്ഥാനങ്ങളുടെ അധികാരപരിധിയിലോ എന്ന കാര്യം ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ്. ആരുടെയും ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ കേന്ദ്രം ഇടപെടില്ലെന്നും ജുഡീഷ്യറിയിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ ജുഡീഷ്യറി തന്നെ തയ്യാറാകണമെന്നും വിശദീകരണം. അടിത്തറ ഒരുക്കാൻ അമിത്ഷാ. അക്രമ രാഷ്ട്രീയത്തിന്റെ പേരിൽ CPM-നെ കടന്നാക്രമിച്ച് അമിത്ഷാ. പ്രവർത്തകരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്ന് കരുതേണ്ടെന്നും കൊലപാതക രാഷ്ട്രീയ വിഷയത്തിൽ CPM-നെതിരെ നിയമവഴി തേടുമെന്നും BJP ദേശീയ അധ്യക്ഷൻ. 3 ദിവസത്തെ സംസ്ഥാന സന്ദർശനം പൂർത്തിയാക്കി ഷാ ഇന്ന് മടങ്ങും. CPM അധികാരത്തിൽ വരുമ്പോഴെല്ലാം സംഘപരിവാറിനെതിരെ അക്രമ രാഷ്ട്രീയ നയം സ്വീകരിക്കുന്നത് പതിവെന്ന് അമിത്ഷായുടെ ആരോപണം. മുഖ്യമന്ത്രിയുടെ ജില്ലയിലാണ് ഏറ്റവും അധികം അക്രമങ്ങളെന്നത് ലജ്ജാകരം. BJP നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ അധികാരത്തിൽ വരിക തന്നെ ചെയ്യുമെന്നും പാർട്ടി അധ്യക്ഷൻ. തലസ്ഥാനത്തെ പാർട്ടി യോഗത്തിൽ കേരളം പിടിക്കാൻ BJP-യുടെ കർമ്മ പദ്ധതി വിശദീകരിച്ച് അമിത്ഷാ. പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകർഷിച്ചും കേന്ദ്ര പദ്ധതികളുമായി സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നും അടിത്തറ ശക്തമാക്കാൻ ആഹ്വാനം. നിലവിൽ പാർട്ടിക്കുള്ള വിഭവശേഷി വേണ്ടവിധം ഉപയോഗിച്ചാൽ അധികാരം അകലെയല്ലെന്നും ഷായുടെ ആത്മവിശ്വാസം. പനിക്കിടക്കയിൽ കേരളം. കാലവർഷം കനത്തോടെ സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിലും പെരുപ്പം. മെയ് മാസം മാത്രം 2475 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ രോഗബാധ സംശയിച്ച് ചികിത്സ തേടിയവരുടെ എണ്ണം 15,000-ലധികം. അതിനിടെ ആശങ്ക വർദ്ധിപ്പിച്ച് H1N1-ഉം ടൈഫോയിഡും. കൊല്ലം, കണ്ണൂർ, പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ്. തലസ്ഥാനത്ത് പല സ്വകാര്യ ആശുപത്രികളിലും കിടക്ക ഒഴിവില്ലാത്തതിനാൽ പനി ബാധിതരെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുന്നില്ലെന്ന് പരാതി. ചികിത്സ തേടുന്നവർക്ക് സർക്കാർ ആശുപത്രികളിൽ മതിയായ സൗകര്യമൊരുക്കാൻ DMO-മാർക്ക് നിർദ്ദേശം നൽകിയതായി ആരോഗ്യ ഡയറക്ടർ. താലൂക്ക് ആശുപത്രികളിൽ പ്രത്യേക വാർഡുകൾ തുറന്നതായും വിശദീകരണം. സംസ്ഥാനം പനിയിൽ വിറങ്ങലിക്കെ പരിസ്ഥിതി ദിനമായ നാളെ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് ശുചിത്വ ഹർത്താൽ ആചരിക്കാൻ ആരോഗ്യവകുപ്പ്. തിരഞ്ഞെടുത്ത പൊതുസ്ഥലങ്ങളിൽ കടകളടിച്ച് ശുചീകരണ യജ്ഞത്തിന് ആഹ്വാനം. ഒഴിഞ്ഞുമാറാത്ത ഭീഷണി. മാഞ്ചസ്റ്റർ ആക്രമണത്തിന്റെ നടുക്കം മാറും മുൻപേ ലണ്ടനിൽ വീണ്ടും ഭീകരാക്രമണം. ലണ്ടൻ ബ്രിഡ്ജിൽ കാൽനട യാത്രക്കാർക്കിടയിലേക്ക് ഭീകരർ ഓടിച്ചു കയറ്റിയ വാനിടിച്ച് 6 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക്. ആക്രമണം നടത്തിയെന്ന് കരുതപ്പെടുന്ന 3 ഭീകരരെ വെടിവെച്ചു കൊന്നതായി സുരക്ഷാ സേന. ഭീകരാക്രമണ സാധ്യത കണക്കിലെടുത്ത് ലണ്ടൻ ബ്രിഡ്ജ് അടച്ചു. ലണ്ടനിലെ ആക്രമണ പരമ്പര ഈ മാസം 8-ന് പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെ മാഞ്ചസ്റ്ററിൽ പോപ്പ് ഗായിക അരിയാന ഗ്രാൻഡെയുടെ സംഗീത പരിപാടിക്കിടെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെട്ടത് മെയ് 22-ന്. അതിനിടെ ലണ്ടൻ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യാത്രാ നിരോധനം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം വീണ്ടും ഉയർത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലീപ് മാട്രസസ്. പുതിയ വാർത്തകളുമായി 5:30-ന് വിഷ്ണു ചേരും. നമസ്കാരം.